കെ രാധാകൃഷ്ണൻ ലീഡ് ചെയ്യുകയാണ്. ആതിര ഇപ്പോൾ നമ്മുടെ ഒപ്പം ചേരുന്നു. ആതിര ഏത് ഗോളമാണ് അപ്ഡേറ്റ് ചെയ്യുന്നത്? എന്ത് തോന്നുന്നു ഇത്രത്തെ അപ്ഡേഷൻ? ഒരു ട്രെൻഡ് എന്തെങ്ങനെയാണ് പറയുന്നത്? ട്രെൻഡ് ഏറ്റവും കൂടുതൽ പറയാനുള്ളത് തൃശ്ശൂർ തന്നെയാണ്. തൃശ്ശൂർ കെ മുരളീധരൻ ചിത്രത്തിലേ ഇല്ല എന്നുള്ളത് തന്നെയാണ് വാസ്തവം. ആദ്യമൊക്കെ അപ്ഡേറ്റ് ചെയ്ത സമയത്ത് കെ മുരളീധരൻ ചിത്രത്തിൽ വരും എന്നുള്ള ഒരു സാഹചര്യമൊക്കെ തോന്നിയിരുന്നു. പക്ഷേ ആ രീതിയിൽ സുരേഷ് ഗോപി കയറിയപ്പോൾ ഈ ഒരു ലീഡ് കുറയാതെ ലീഡ് കൂടുന്ന ഒരു സാഹചര്യത്തിൽ തൃശ്ശൂർ പോയി. അതാണ് ഏറ്റവും വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടത്. അതുപോലെ തന്നെ തിരുവനന്തപുരത്തേക്ക് വരികയാണെങ്കിൽ തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരനായാലും ശശി തരൂരായി കഴിഞ്ഞാലും മാറി മാറി വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് ലീഡിൽ ഇപ്പോഴും ചെറിയ രീതിയിലുള്ള മാറ്റങ്ങളാണ്. ലീഡ് കുറയുകയും കൂടുകയും ചെയ്യുന്നുണ്ട്. അത് ഇപ്പോഴും നമുക്ക് കഴിഞ്ഞു അല്ലെങ്കിൽ ഈ NDA ജയിച്ചു എന്നുള്ള രീതിയിലേക്ക് പറയാനായിട്ടില്ല എങ്കിൽ പോലും രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ ലീഡ് ഉയർത്തുന്ന ഒരു നിലയിലേക്കാണ്. മറ്റു രീതികളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ LDFന് നേരത്തെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരു രണ്ട് സീറ്റിലേക്ക് എത്തുന്നു എന്നുള്ളത് തന്നെയാണ്. പക്ഷേ അപ്പോഴും LDF കേന്ദ്രങ്ങൾ നേരത്തെ തന്നെ വ്യക്തമാക്കി. ഇപ്പോൾ KK ശൈലജയെ അടക്കം വടകരയിൽ ചിലപ്പോൾ KK ശൈലജയ്ക്ക് കൂടുതൽ വോട്ടുകൾ ലഭിച്ചേക്കാം എന്നുള്ള ഒരു സാഹചര്യത്തിലേക്കൊക്കെ വന്നപ്പോൾ പോലും ആ രീതിയിലുള്ള ഒരു തിളക്കം വടകരയിൽ പോലും ഉണ്ടായില്ല എന്നത് LDFനെ വലിയ രീതിയിൽ ഒരു പിന്നോട്ട് തള്ളുന്ന രീതിയിലേക്ക് മാറി എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വിലയിരുത്തപ്പെടേണ്ടത്. കാരണം ഷാഫി പറമ്പിൽ അവസാന നിമിഷമാണ് വടകരയിലേക്ക് ഷാഫി പറമ്പിലിൻ്റെ ഒരു വരവ് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ അവിടെ പോലും ഷാഫി പറമ്പിൽ വലിയ രീതിയിൽ ലീഡ് ഉയർത്തി. തുടക്കത്തിൽ ചെറിയ നിലയിൽ KK ശൈലജയ്ക്ക് ലീഡ് ഒന്ന് ഉയർത്താൻ സാധിച്ചെങ്കിലും പിന്നീട് ആ ലീഡ് താഴോട്ട് പോകുന്ന നിലയാണ് കണ്ടിട്ടുള്ളത്. ഷാഫി പറമ്പിൽ ഇപ്പോഴും ആ തേരോട്ടം തുടരുന്നു എന്നുള്ളതാണ് പറയേണ്ടിയിരിക്കുന്നത്. മറ്റ് മേഖലകളിൽ നോക്കുമ്പോൾ നേരത്തെ ഉള്ളതുപോലെ തന്നെ UDF അവരുടെ ആ ഒരു ലീഡ് നില ഉയർത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോഴും നമുക്ക് ആ ഒരു എൻഡിലോട്ട് അല്ലെങ്കിൽ ഈ ഒരു ക്ലൈമാക്സിലേക്ക് കേരളത്തിൽ എത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ്. ഇപ്പോഴും ലീഡ് നിലയിൽ ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ട്. എന്നാൽ പോലും ഈ ഒരു സാഹചര്യത്തിൽ പറയുകയാണെങ്കിൽ കേരളത്തിൽ 2-ൽ LDFും 2-ൽ NDAയും എന്ന നിലയിൽ ബാക്കി നിലകളിൽ UDF എന്ന നിലയിലാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ശരി, അപ്ഡേഷൻ്റെ തിരക്കിലാണ്. അതിനിടയിലാണ് നമ്മളോട് സംസാരിച്ചത്. അതിനെ കൃത്യമായി കൗണ്ടിങ് തുടങ്ങിയപ്പോൾ തൊട്ട് അത് വിലയിരുത്തുന്നു, അപ്ഡേറ്റ് ചെയ്യുന്ന വ്യക്തിയാണ്. എന്തായാലും വളരെ വ്യക്തമായ ചില കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കുകയായിരുന്നു. എങ്ങനെയാണ് ഈ ട്രെൻഡുകൾ മാറി മറിഞ്ഞത്?